നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. ഇന്ന് പൊതുവേദി ചർച്ച ചെയ്യുന്നത് സ്വകാര്യ ബസ് ഉടമകളെ വളർത്തിയത് സർക്കാരോ എന്ന വിഷയമാണ്. പ്രേക്ഷകർക്കും വിഷയത്തിൽ പ്രതികരിക്കാം. വിളിക്കേണ്ട നമ്പർ 047166158881. വാട്സപ്പ് വീഡിയോയായും പ്രതികരണങ്ങൾ അറിയിക്കാം. പൊതുവേദി ആരംഭിക്കുകയാണ്. സ്വകാര്യ ബസ് ഉടമകളെ വളർത്തിയത് സർക്കാരോ എന്ന വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. ഒരു പ്രേക്ഷകൻ നമ്മോടൊപ്പം ചേരുന്നു. മൊയ്തുണ്ണി പറയൂ, സ്വകാര്യ ബസ് ഉടമകളെ വളർത്തിയത് സർക്കാരാണോ? എല്ലാ അഴിമതിക്ക് പിന്നിലും രാഷ്ട്രീയക്കാരാണല്ലോ സർക്കാർ. പറഞ്ഞോളൂ മൊയ്തുണ്ണി. ഈ രാഷ്ട്രീയക്കാര് ഉദ്യോഗസ്ഥന്മാരെ കയ്യിലെടുക്കും. ഉദ്യോഗസ്ഥന്മാര് സാധാരണ ജനങ്ങളെ കയ്യിലെടുത്ത് ഈ രാജ്യത്ത് അഴിമതി നടത്തുന്നത് ഈ രാജ്യത്തെ രാഷ്ട്രീയക്കാരാണ്. അതാണ് എന്റെ പ്രതികരണം. മൊയ്തുണ്ണിയാണ് പ്രതികരിച്ചത്. കല്ലട ബസ്സിൽ യാത്രക്കാർ മർദ്ദനത്തിന് ഇരകളായതോട് ആണ് ഈ സ്വകാര്യ ബസ്സുകളിൽ നടക്കുന്ന നിയമലംഘനങ്ങൾ, ലഹരിക്കടത്ത്, അനധികൃത ചരക്ക് നീക്കം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർ, പ്രത്യേകിച്ച് മോട്ടോർ വാഹന വകുപ്പും അതുപോലെ RTO ഒക്കെ കണ്ടെത്തിയത്. ഈ വിഷയത്തെ തുടർന്നാണ് സ്വകാര്യ ബസ് ഉടമകളെ വളർത്തിയത് സർക്കാരാണോ എന്ന വിഷയം പൊതുവേദി ചർച്ച ചെയ്യുന്നത്. ഒരു പ്രേക്ഷകൻ ചേരുന്നു, സുലൈമാൻ പറയൂ, സ്വകാര്യ ബസ് ഉടമകളെ വളർത്തിയത് സർക്കാരാണോ? ഞാൻ 27 കൊല്ലം കേരളത്തിലെ ഏറ്റവും വലിയ പ്രൈവറ്റ് ബസ്സായ മയിൽവാഹനത്തിലെ മാനേജറായി പണിയെടുത്ത ആളാണ്. കേൾക്കുന്നുണ്ടോ സാർ? പറഞ്ഞോളൂ സുലൈമാൻ. ഞാൻ 27 കൊല്ലം കേരളത്തിലെ ഏറ്റവും വലിയ പ്രൈവറ്റ് സ്ഥാപനമായ മയിൽവാഹനം ബസ്സിലെ മാനേജറായി പണിയെടുത്ത ആളാണ്. തുറന്നങ്ങോട്ട് പറയാം, യാഥാർത്ഥ്യം പറഞ്ഞാൽ ഈ ഉദ്യോഗസ്ഥന്മാരെന്ന് പറഞ്ഞാൽ പോലീസ് ഉദ്യോഗസ്ഥരും ട്രാൻസ്പോർട്ട് ഉദ്യോഗസ്ഥന്മാരും കാശ് വാങ്ങിക്കൊണ്ടുള്ള കള്ളക്കളിയെ നടത്തുന്നത്. പ്രൈവറ്റ് ബസ്സിലും സ്വകാര്യ ബസ്സിലും ഇല്ല, ഈ പറയുന്ന ടൂറിസ്റ്റ് ബസ്സിലും ഒരു നിയമവും പാലിക്കാറില്ല. യാഥാർത്ഥ്യം അതാണ്. തീർച്ചയായും സുലൈമാൻ പാലക്കാട് നിന്ന് വളരെ ദീർഘകാലം സ്വകാര്യ ബസ് കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന വ്യക്തിയാണ് സുലൈമാൻ. അദ്ദേഹം പറയുന്നത് പോലീസും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും വൻതോതിൽ കൈക്കൂലി വാങ്ങി ഈ സ്വകാര്യ ബസ് ഉടമകളെ സംരക്ഷിക്കുകയായിരുന്നു. നിയമലംഘനമാണ് വ്യക്തമായി അവിടെ നടക്കുന്നത് എന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു. മറ്റൊരു പ്രേക്ഷകൻ ചേരുന്നു, മഹാരാഷ്ട്രയിൽ നിന്ന് മനീഷാണ്. മനീഷ് പറയൂ, സ്വകാര്യ ബസ് ഉടമകളെ പ്രത്യേകിച്ച് കേരളത്തിൽ ഇവരെ വളർത്തിയത് സർക്കാരാണോ? തീർച്ചയായിട്ടും സർക്കാരിന് അതിന് വളരെ വലിയൊരു പങ്കാണ് സർക്കാരിനുള്ളത്. ഈ സർക്കാരിനുള്ള പങ്കിനെക്കാട്ടിൽ അധികമായിട്ടുള്ളത് ഈ RTO ആയിക്കൊള്ളട്ടെ, മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരായിക്കൊള്ളട്ടെ, ഇവരൊക്കെ ഇതിന് പിറകിൽ നിന്നുകൊണ്ട് കൈക്കൂലികൾ വാങ്ങി അവരുടെ കീശ വലുതാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇവർ മൊത്തവും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പാവം പിടിച്ച ജനങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഇതേപോലെയുള്ള അക്രമങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രതികരിക്കാൻ വേണ്ടി ജനങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട്. പക്ഷെങ്കിൽ അതിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സർക്കാരോ ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിൽ വേണ്ടുന്ന ഓഫീസേഴ്സോ ഒന്നും ചെയ്യുന്നില്ല. അവരെ ഇത് കഴിഞ്ഞ ദിവസം തന്നെ കണ്ടിരുന്നു ന്യൂസിൽ, ഒരു IPS ഉദ്യോഗസ്ഥന്റെ മകനെ തല്ലി റോഡിൽ രക്തം ഒലിച്ച് നിൽക്കുന്ന ഒരു വാർത്ത കേട്ടു. അദ്ദേഹത്തിന് പോലും ഒരു നീതി ഇന്ന് വരെ കിട്ടിയിട്ടില്ല. 3-4 വർഷത്തിന് മുമ്പ് നടന്ന സംഭവമാണ്. തീർച്ചയായും മഹാരാഷ്ട്രയിൽ നിന്ന് അനീഷ് പറയുന്നത് ന്യൂസ് 18 വന്ന വാർത്തയെക്കുറിച്ചാണ്. ഒരു മുൻ SP-യുടെ മകന് മർദ്ദനമേറ്റിട്ട് പോലും അനങ്ങാപ്പാറ നയമാണ് ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായത്. യഥാർത്ഥ കുറ്റവാളികളെ ശിക്ഷിക്കാനോ അവരെ തുറുങ്കിലടയ്ക്കാനോ തയ്യാറായിട്ടില്ല എന്നാണ് അനീഷ് പറയുന്നത്. തീർച്ചയായും ഉദ്യോഗസ്ഥരുടെ കീശ വീർപ്പിക്കാൻ വേണ്ടി സ്വകാര്യ ബസ് ഉടമകളെ ഉദ്യോഗസ്ഥ സംഘം സംരക്ഷിക്കുകയാണ് പലപ്പോഴുമെന്നും അനീഷ് പറയുന്നു. മലപ്പുറത്ത് നിന്ന് രാജേഷ് ചേരുന്നു. രാജേഷ്, സ്വകാര്യ ബസ് ഉടമകളെ വളർത്തിയത് സർക്കാരാണോ? സർക്കാരാണ് തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ ഞാൻ കാസർഗോഡ് ജില്ലയിൽ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. കഴിഞ്ഞ 16 വർഷമായിട്ട് കാസർഗോഡ് ജില്ലയിലാണ് ജോലി ചെയ്യുന്നത്. പലപ്പോഴും നമ്മൾ ഓണസമയമാണോ മറ്റു സമയങ്ങളിലാണെങ്കിലും നമുക്ക് പലപ്പോഴും ട്രെയിൻ ആശ്രയിക്കുമ്പോൾ നമുക്ക് കിട്ടാറില്ല. അപ്പോൾ നമ്മൾ മറ്റേ ആശ്രയിക്കുന്ന പ്രൈവറ്റ് ബസ്സുകളാണ്. കല്ലട പോലുള്ള ട്രാവൽസിനെ ആശ്രയിക്കുന്നത് 1650 രൂപയോളം ഉള്ള സീറ്റുകൾ മേടിച്ചിട്ടാണ് ട്രാവൽ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ പോലും അവർ ചെയ്യുന്നത് ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് കേരള സർക്കാർ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്തുകൊണ്ട് കേരളത്തിലെ KSRTC ഇത്രയും നഷ്ടത്തിലോടുന്ന KSRTC ഇത്രയും ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന റൂട്ടുകളിൽ വണ്ടി ഓടിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. തീർച്ചയായും രാജേഷ് പറയുന്നത് മറ്റൊരു വശമാണ്. ബാംഗ്ലൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്കും അതുപോലെ ചെന്നൈയിൽ നിന്നും തിരുവനന്തപുരത്തേക്കും നിരവധി സർവീസുകളിലൂടെ സ്വകാര്യ ബസ് ഉടമകൾ ലക്ഷങ്ങളുടെ ലാഭം കൊയ്യുമ്പോൾ നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന KSRTC ഇത്തരം ലാഭമുള്ള റൂട്ടുകളിലേക്ക് അധിക സർവീസുകൾ നടത്താത്തത് എന്തുകൊണ്ട് എന്നാണ് പ്രേക്ഷകൻ ചോദിച്ചത്. ഇതിൻ്റെ പിന്നിൽ സ്വകാര്യ ബസ് ഉടമകളെ വളർത്തുന്നതിന് സർക്കാർ വഴിവിട്ട് സഹായം ചെയ്യുന്നു എന്നാണ് രാജേഷ് പറയുന്നത്. മറ്റൊരു പ്രേക്ഷകൻ ചേരുന്നു, ഇടുക്കിയിൽ നിന്ന് ബിജു ആണ്. ബിജു പറയൂ, സ്വകാര്യ ബസ് ഉടമകളെ വളർത്തിയത് സർക്കാരാണോ?
സർക്കാർ ഇങ്ങനെ കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി 3 ചേച്ചിമാര് ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി നിർത്താൻ പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ വാർത്ത കണ്ടായിരുന്നേ ന്യൂസ്. അപ്പൊ അന്നേരം അവര് പറഞ്ഞിട്ട് പോലും കൊണ്ടുപോയി അവരുടെ ഇഷ്ടമുള്ളിടത്ത് കൊണ്ടുപോയി സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെ ഈ കഴിഞ്ഞ ദിവസം ഇച്ചിരുമ്പോ ഒരു പുള്ളി പറഞ്ഞു സാധാരണക്കാര് ബസ് ഉടമകൾ ഹർത്താൽ ആരംഭിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അടുത്ത ദിവസം ഈ സാധാരണക്കാർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ബസ്സാണെങ്കിൽ എന്ന് പറഞ്ഞു. അപ്പൊ യാത്രക്കാരെ KSRTC ബസ്സുകളിലും ജീവനക്കാർ യാത്രക്കാരോട് അപമര്യാദയെ പെരുമാറുന്നു, അല്ലെങ്കിൽ സ്റ്റോപ്പുകളിൽ നിർത്തുന്നില്ല എന്നാണ് ബിജു പ്രതികരിക്കുന്നത്. ചാത്തന്നൂരിൽ നിന്ന് രാധാകൃഷ്ണൻ ചേരുന്നു. രാധാകൃഷ്ണൻ പറയൂ, സ്വകാര്യ ബസ് ഉടമകളെ വളർത്തിയത് സർക്കാരാണോ? സ്വകാര്യ ബസ് ഉടമകളെ മാത്രമല്ല, എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുന്ന സ്വകാര്യ സ്ഥാപനങ്ങളെ അടക്കം വളർത്തുന്നതും തളർത്തുന്നതും ഗവൺമെന്റുകളാണ്. രാധാകൃഷ്ണനാണ് അഭിപ്രായം പറഞ്ഞത്. സ്വകാര്യ ബസ് ഉടമകളെ മാത്രമല്ല, ചില മേഖലകളെ വളർത്തുന്നതും തളർത്തുന്നതും സർക്കാരാണെന്നാണ് രാധാകൃഷ്ണന്റെ അഭിപ്രായം. മനോജ് ചേരുന്നു വടകരയിൽ നിന്ന്. മനോജിന്റെ അഭിപ്രായം എന്താണ്? സ്വകാര്യ ബസ് ഉടമകളെ വളർത്തുന്നത് സർക്കാരാണോ? തീർച്ചയായിട്ടും സർക്കാർ തന്നെയാണ് ഇവരെല്ലാം വളർത്തുന്നത്. മനോജും അത് തന്നെ പറയുന്നു, സർക്കാരാണ് സ്വകാര്യ ബസ് ഉടമകളെ വളർത്തുന്നത്. കാരണം നിരവധി കാരണങ്ങളാണ് ചൂണ്ടിക്കാട്ടാനുള്ളത്. കല്ലട ബസ്സിൽ യുവാക്കൾ ആക്രമണത്തിനിരയായതിനു ശേഷം നടത്തിയ ഓപ്പറേഷൻ നൈറ്റ് റൈഡേഴ്സിലൂടെ ഏകദേശം 300ഓളം ബസ്സുകളാണ് നിയമം ലംഘിച്ച് കേരളത്തിൻ്റെ പൊതുനിരത്തിൽ ഓടുന്നതെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നു. നികുതി വെട്ടിപ്പ്, അതുപോലെ തന്നെ അനധികൃതമായി സാധനങ്ങൾ കടത്തൽ, ലഹരി വസ്തുക്കളുടെ ഉപയോഗം, ലഹരി വസ്തുക്കളുടെ കടത്തൽ എന്നിങ്ങനെ നിരവധി കുറ്റങ്ങളാണ് സ്വകാര്യ ബസ് ഉടമകളുടെ ഒത്താശയോടെ സ്വകാര്യ ബസ്സിലെ ജീവനക്കാർ നടത്തുന്നത്. ഇത്തരം കാര്യങ്ങൾ ആണ് അന്വേഷണ സംഘം കണ്ടെത്തിയത്. ഇതിൽ നിന്നും വ്യക്തമാണ് അധികൃതർ കണ്ണടയ്ക്കുന്നുവെന്ന്. മറ്റൊരു പ്രേക്ഷകൻ ചേരുന്നു. പറയൂ, സ്വകാര്യ ബസ് ഉടമകളെ വളർത്തിയത് സർക്കാരാണോ? ഹലോ സാർ. പറയൂ. ഹലോ സാർ. കേൾക്കാം, പറയൂ. അതെ, രാഷ്ട്രീയക്കാരും ഗവൺമെന്റ് സ്റ്റാഫുകളും ഉണ്ട് സാർ. ഇതില് ഗവൺമെന്റ് A to Z സ്റ്റാഫുകൾ കംപ്ലീറ്റ് ഉണ്ട്, ഷെയർ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഹലോ. ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കൾക്കും ഇതിൽ പങ്കുണ്ടെന്നാണ് പ്രേക്ഷകൻ പറഞ്ഞത്. ഇവർക്ക് ഇതിന്റെ വിഹിതം ലഭിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറയുന്നു. മറ്റൊരു പ്രേക്ഷകൻ പാലക്കാട് നിന്ന് ചേരുന്നു. കുമാർ പറയൂ, സ്വകാര്യ ബസ് ഉടമകളെ വളർത്തുന്നത് സർക്കാരാണോ? അതെ, തീർച്ചയായും അതിൽ പങ്കുണ്ട്. വേറൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രാഷ്ട്രീയമായി ബന്ധമുള്ള ആൾക്കാരുടെ ബസ്സുകളാണ് ഈ വീതിയിലൂടെ ഓടുന്നത്. തികച്ചും രാഷ്ട്രീയമായി ബന്ധമുള്ള ആൾക്കാരുടെ ബസ്സുകളാണ് ഈ കല്ലട അതേപോലുള്ള എല്ലാ ബസ്സുകളും. അതിനെ പോലീസിനും എല്ലാത്തിനും ഇതിൽ പൈസ കൊടുത്തും എല്ലാം ക്ലിയർ ചെയ്തിട്ടാണ് ഇതെല്ലാം ഓടുന്നത്, ലൈസൻസും ഒന്നുമില്ലാതെ. രാഷ്ട്രീയമായി നല്ല ബന്ധമുള്ള ഒരു സംഭവമാണ്. അതുകൊണ്ടാണ് ഇവരൊന്നും ഇവർക്കെതിരെ ഒരു ഇതും കൊടുക്കാൻ. തീർച്ചയായും കുമാർ പറയുന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. കാരണം കഴിഞ്ഞ ദിവസം കല്ലട ബസ്സിൽ ജീവനക്കാരുടെ മർദ്ദനത്തിനിരയായ യുവാക്കൾ നൽകിയ മൊഴിയിലും ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട്. കല്ലട സുരേഷിൻ്റെ ബസ്സിൽ കയറിയാൽ മിണ്ടാതെ ഇരുന്ന് യാത്ര ചെയ്യണം, ചോദ്യം ചോദിക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല എന്ന് പറഞ്ഞാണ് ഗുണ്ടകൾ യുവാക്കളെ മർദ്ദിച്ചത്. കുമാർ അത്തരം കാര്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന വസ്തുതകളാണ് നിരത്തിയത്. മറ്റൊരു പ്രേക്ഷകൻ ചേരുന്നു ബംഗളൂരുവിൽ നിന്ന് സന്തോഷ് പറയൂ, സ്വകാര്യ ബസ് ഉടമകളെ വളർത്തുന്നത് സർക്കാരാണോ? തീർച്ചയായിട്ടും സ്വകാര്യ മക്കളെ സർക്കാരല്ല. ഇവിടുന്ന് എന്നാ പറയുക, ബാംഗ്ലൂർ കലാശപ്പാളയത്തിന് പോണ ബസ്സിന്റെ എല്ലായിടത്തുണ്ടല്ലോ എല്ലാ കള്ളത്തരമുണ്ട്. അത് എല്ലാവർക്കും അറിയാം. പക്ഷെ എന്നാ പറയാ, പാവം പിള്ളേരെ ഉണ്ടല്ലോ ക്രൂരമായിട്ട് മർദ്ദിച്ചിട്ടുണ്ടല്ലോ, ഒരനങ്ങാപ്പാറായിട്ട് ഇരുന്നിട്ടുണ്ടല്ലോ. സുരേഷ് കല്ലട ഇപ്പൊ വന്നിട്ടുണ്ട്, ഇവന്റെയൊക്കെ വണ്ടിയൊക്കെ പിടിച്ചിട്ടുണ്ടല്ലോ. നാടിന് പാവപ്പെട്ട നമ്മുടെ KSRTC വിടണം. സന്തോഷ് ബംഗളൂരുവിൽ നിന്ന് പറയുന്നത്, സുരേഷ് കല്ലടയുടെ ഉടമസ്ഥതയിലുള്ള വാഹനങ്ങൾ പിടിച്ചെടുക്കണം, പകരം KSRTC കൂടുതൽ സർവീസ് നടത്തണമെന്നാണ് സന്തോഷിന്റെ അഭിപ്രായം. മറ്റു പ്രേക്ഷകൻ ചേരുന്നു കോഴിക്കോട് നിന്നും ഉണ്ണികൃഷ്ണൻ പറയൂ, സ്വകാര്യ ബസ് ഉടമകളെ വളർത്തുന്നത് സർക്കാരാണോ? ഈ എത്ര പ്രൈവറ്റ് ബസ് ഇപ്പൊ നൈറ്റിൽ ഓടുന്നതിലും പകലോടുന്നതിലും ഇവർക്ക് ദാസ്യം മാത്രമല്ല, ഇവർക്കുള്ളതെന്ന് പറഞ്ഞാൽ ഒരുമാതിരി പെരുമാറ്റച്ചട്ടം എന്താണെന്ന് ഇവർക്ക് അറിയത്തില്ല. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, പാസഞ്ചർ 10 വരെ ഉണ്ടെങ്കിലും വണ്ടിയിൽ 1 കോടി ഉറുപ്പിന്റെ സാധനങ്ങളാണ്. ഉണ്ണികൃഷ്ണൻ പറയൂ. അപ്പൊ നമ്മുടെ ഗവൺമെന്റ് ചെയ്യേണ്ട ഒരു കാര്യമുള്ളൂ. മറ്റ് ഗവൺമെന്റുകൾ എന്ന് പറഞ്ഞാല് ഇവിടുന്ന്
കർണാടകത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും വരുന്ന പോലെ തന്നെ നമ്മുടെ വണ്ടിക്ക് ഒരു ചെറിയ മോഡിഫിക്കേഷൻ കൊടുത്തിട്ട് കൂടുതൽ ആളുകളെ ആകർഷിക്കത്തക്ക രീതി അവർക്ക് നമ്മൾ കൊടുക്കുന്ന പൈസ നമുക്ക് അത്രത്തോളം മുതലാക്കിയിട്ടുണ്ട്. എന്നാൽ തന്നെ നമുക്ക് സുഖയാത്ര നമ്മുടെ ഗവൺമെന്റ് തന്നെ ശരിയാക്കി തരണം. പിന്നെ അതേപോലെ തന്നെ വേറെ ഒരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി പോകുന്ന ബസ്സിൽ സാധനങ്ങൾ കസ്റ്റമറുടെ ലഗേജ് അല്ലാണ്ട് മറ്റൊരു സാധനം കയറ്റാൻ ഉപയോഗിക്കരുത്. ഇതിന് സർക്കാരും നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റും നല്ല രീതിയിൽ തന്നെ അതിന് സഹകരിച്ചു പോകണം. ഉണ്ണികൃഷ്ണൻ കോഴിക്കോട് നിന്ന് പറയുന്നതും മറ്റൊരു വസ്തുതയിലേക്കാണ് അദ്ദേഹം വിരൽ ചൂണ്ടുന്നത്. രാത്രികാല യാത്രയ്ക്ക് ഉപയോഗിക്കുന്ന ബസ്സുകളിൽ യാത്രക്കാരുടെ ലഗേജുകളല്ലാതെ മറ്റു ചരക്കുകൾ കയറ്റാൻ അനുവദിക്കരുത് എന്നാണ് അദ്ദേഹം പറയുന്നത്. മറ്റൊരു പ്രേക്ഷകൻ ചേരുന്നു വെണ്ണൂരിൽ നിന്ന് പ്രദീപ് പറയൂ, സ്വകാര്യ ബസ് ഉടമകളെ വളർത്തുന്നത് സർക്കാരാണോ? അതിനെന്താണ് സാറേ സംശയം? ഈ സ്വകാര്യ ബസ്സുകളെ വളർത്തുന്ന സർക്കാർ എന്നുള്ളതിനേക്കാളും ഉപരിയായിട്ട് നമ്മൾ ഈ അവസ്ഥ കൊണ്ട് എത്തിച്ച സർക്കാരല്ലേ. ഇപ്പൊ മാറി മാറി വരുന്ന സർക്കാരുകളാണ് ഇത്തരം കാര്യങ്ങൾക്ക് യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്കും ഞാൻ ഉൾപ്പെടെ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതേപോലെ ഈ ബസ്സിൽ നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് കംഫർട്ടബിള്, പ്രൈവസി, ഇതെല്ലാം നോക്കിയിട്ടാണ് ഞങ്ങൾ ഫാമിലിയായിട്ട് യാത്ര ചെയ്യുന്നത്. അപ്പൊ ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഗവൺമെന്റ് ബസ്സിൽ അത് അത്ര കിട്ടാത്തത് കൊണ്ടായിരിക്കില്ലേ നമ്മൾ പോകുന്നത്. ഒരു പക്ഷേ ഗവൺമെന്റ് ബസ്സുകൾ അത്തരം സർവീസുകളും കാര്യങ്ങളും നടത്തി കഴിഞ്ഞാൽ ആരും ഇത്തരം ബസ്സുകളിൽ പോകാനുള്ള ഒരു ചാൻസും ഇല്ല. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, നട്ടലുള്ള ഒരു മന്ത്രിയും കാര്യങ്ങളൊക്കെ ഉണ്ടായാലേ മാത്രം, അല്ലാതെ ഈ മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ മാറി നിൽക്ക് കടക്ക് പുറത്ത് എന്ന് പറയുന്ന ഇതേ പ്രദീപ് വെണ്ണിയൂരാണ് പ്രതികരിച്ചത്. പ്രദീപ് വെണ്ണിയൂർ പറയുന്നത് ഇതാണ്, സർക്കാർ അല്ലെങ്കിൽ സർക്കാർ ഉടമസ്ഥതയിലുള്ള KSRTC കൂടുതൽ സർവീസ് നടത്തുകയാണെങ്കിൽ സുരക്ഷിത യാത്രയ്ക്ക് അല്ലെങ്കിൽ സുഖകരമായ യാത്രയ്ക്ക് KSRTC തന്നെയാകും മലയാളികൾ തിരഞ്ഞെടുക്കുക. കൂടുതൽ യാത്രക്കാർ KSRTCയിൽ എത്തുമെന്നാണ് പ്രദീപ് പ്രതികരിച്ചത്. കോട്ടയത്ത് നിന്നും ജോർജ് ചേരുന്നു. ജോർജ് പറയൂ, സ്വകാര്യ ബസ് ഉടമകളെ വളർത്തിയത് സർക്കാരാണോ? സർക്കാരിനെ മാത്രം കുറ്റം പറയല്ല. കൊച്ചിയിൽ ഇവർക്കെതിരെ നടപടിയെടുത്തപ്പോൾ പോലീസിനും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിനെതിരെ കോടതിയിൽ നിന്നും പ്രതികൂലമായിട്ടുള്ള സ്വകാര്യ ബസ്സുകൾക്ക് അനുകൂലമായിട്ട് വിധി ഉണ്ടായിട്ടുണ്ട്. 2 KSRTC ബസ്സുകളിൽ മൂട്ടകൾ വളരുന്നതുകൊണ്ടാണ് യാത്രക്കാർ ബസ്സുകൾ ഉപേക്ഷിച്ചത്. അതോടെ ഓർക്കുക. പറയൂ ജോർജ്, കോടതിയിൽ നിന്ന് സ്വകാര്യ ബസ് ഉടമകൾക്ക് അനുകൂലമായ ചില വിധികൾ വന്നിട്ടുണ്ടെന്നും അത് പോലീസ് ഉദ്യോഗസ്ഥരെയും അതുപോലെ തന്നെ സ്വകാര്യ ബസ് ഉടമകളെയും സ്വകാര്യ ബസ്സിലെ അനധികൃത ചരക്ക് കടത്തൽ യാത്രക്കാരുടെ സ്ത്രീ പുരുഷ ഭേദമന്യേ ആളുകളെ മാനസികമായും ശാരീരികമായും ഉപദ്രവിക്കുന്ന അവസ്ഥ, ഇത്തരം കാര്യങ്ങൾ ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് പോലീസിനെയും അതുപോലെ തന്നെ മറ്റുദ്യോഗസ്ഥരെയും വിലക്കുന്നത് ചില കോടതി വിധികളാണെന്നും ജോർജ് എന്ന പ്രേക്ഷകൻ പറയുന്നു. മറ്റൊരു പ്രേക്ഷകൻ ചേരുന്നു, ഉമ്മർ പറയൂ, സ്വകാര്യ ബസ് ഉടമകളെ വളർത്തുന്നത് സർക്കാരാണോ? സർക്കാരല്ല, ഇതിന് വേണ്ടത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഉന്നത തലത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരാണ് ഇവിടുത്തെ ലോറി ഓണേഴ്സിനെയും ബസ് ഓണേഴ്സിനെയും വളർത്തിക്കൊണ്ട് വരുന്നത്. അതിന് മെയിനായ കാരണം, ഒന്ന്, ലോറിയിൽ വരുന്ന സാധനങ്ങൾ ഇവർ നോക്കണില്ല. ഇവര് 3 ഡിപ്പാർട്ട്മെന്റ്, എക്സൈസ്, സെയിൽ ടാക്സ്, ഫോറസ്റ്റ്, ഈ ഡിപ്പാർട്ട്മെന്റ് ഒരു വണ്ടി ഒരു ടീം നോക്കണമെങ്കിൽ മറ്റേ വണ്ടി അവർ നോക്കും. ഇവർ ഇതേമാതിരി നോക്കും. ഇവിടെ വരുന്ന സാധനങ്ങൾ എന്താണെന്നോ ബസ്സിൽ എന്താണെന്നോ ബസ് യാത്രക്കാർക്ക് എന്താണെന്നോ ഇതിന് പെർമിറ്റ് ഉണ്ടോന്നോ. ഒരു ബസ്സിന് രണ്ട് സർവീസ് നടത്തുന്ന ബസ്സിൽ ഒരു പെർമിറ്റിലാണ് 2 ബസ് സർവീസ് നടത്തുന്നത്. ഒരു ലോറി രണ്ട് പെർമിറ്റിൽ ഒരു ഒറ്റ പെർമിറ്റിലാണ് 2 സർവീസ് നടത്തുന്നത്. ഇവിടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ആണ് ഇതിന്റെ ഏറ്റവും വലിയ ഉത്തരവാദി. ഉമ്മർ എന്ന പ്രേക്ഷകനാണ് പ്രതികരിച്ചത്. മോട്ടോർ വാഹന വകുപ്പിലെ ചില ഉന്നത ഉദ്യോഗസ്ഥരാണ് ഇത്തരം നിയമലംഘനങ്ങൾക്കും അതുപോലെ തന്നെ ഒരു പെർമിറ്റിൽ 2 സർവീസ് നടത്തുന്ന സംഭവങ്ങൾക്കുമൊക്കെ കുടപിടിക്കുന്നത് അല്ലെങ്കിൽ ഒത്താശ ചെയ്യുന്നത്. ഇവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നാൽ ഒരു പരിധിവരെയെങ്കിലും സ്വകാര്യ ബസ്സുകളുടെ പകൽക്കൊള്ളയും നിയമലംഘനങ്ങളും തടയാൻ കഴിയുമെന്നാണ് വഴിക്കടവിൽ നിന്ന് പ്രതികരിച്ച പ്രേക്ഷകൻ ഉമ്മർ പറയുന്നത്. മറ്റൊരു പ്രേക്ഷകൻ ചേരുന്നു, ഗോവിന്ദൻ കോഴിക്കോട് നിന്ന്. ഗോവിന്ദൻ പറയൂ, സ്വകാര്യ ബസ് ഉടമകളെ വളർത്തുന്നത് സർക്കാരാണോ? സർക്കാർ തന്നെയാണ്. സർക്കാരല്ലാതെ വേറെ അവർ ഇന്ന് ചർച്ചയ്ക്ക് വിളിച്ചിട്ട് സുരേഷ് കല്ലട വന്നിട്ടില്ലല്ലോ, അയാൾക്ക് അസുഖം നടത്തിട്ടില്ല. അതെന്ന് വെച്ചാൽ എന്തുകൊണ്ട് ഒരു മന്ത്രിയാത്ത അദ്ദേഹത്തിനെ വിളിച്ചിട്ട് ചർച്ചയ്ക്ക് വന്നില്ലല്ലോ. അതാണ് പറഞ്ഞത്. അത് മന്ത്രിമാരതും പിന്നെ ഗവൺമെന്റിന്റെ സപ്പോർട്ട് കൂടി മാത്രമാണ് ഇദ്ദേഹം ഇങ്ങനെ കളിക്കുന്നത്. ഈ ബസ് പോകുമ്പോൾ, ഞാൻ ബസ്സിലെല്ലാം പോയാണ്, ഈ ബസ്സിൽ പോകുമ്പോൾ അവർ ഒരു പ്രത്യേക ഹോട്ടലുണ്ട്, അവിടെ നിർത്തും. അവിടെ വേണ്ടിക്ക് നമ്മൾ വിചാരിക്കുന്ന കാട്ടിയും പൈസ കൊടുത്ത് ഭക്ഷണം കഴിക്കണം. അങ്ങനെയുള്ള സ്ഥലത്ത് അവർ നിർത്തും. ബാറ് ഇങ്ങനെയുള്ള സ്ഥലത്ത് മാത്രം. ഇവിടുന്ന് ബോംബെ പോകുന്നുണ്ടെങ്കിൽ എല്ലാ ബാറിന്റെ മുമ്പിലേ ഇവർ ബസ് നിർത്തും. അവിടെ സ്ത്രീകൾക്ക് മര്യാദയ്ക്ക് ബാത്റൂം പോകാനും കൂടി പറ്റില്ല. ചോദിച്ചു കഴിഞ്ഞാൽ മിണ്ടരുതാണ് ഇരുന്നോളം പറയും. കോഴിക്കോട് നിന്ന് ഗോവിന്ദൻ എന്ന പ്രേക്ഷകനാണ് മറ്റൊരു സുപ്രധാനമായ വസ്തുതയിലേക്ക് വിരൽ ചൂണ്ടുന്നത്.
ഈ സ്വകാര്യ ബസ്സുകളിൽ കയറുകയാണെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ഹോട്ടലിന് സമീപം മാത്രമേ ഭക്ഷണം കഴിക്കാൻ വാഹനം നിർത്തുകയുള്ളൂ. ഇത് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർക്ക് നിരവധി പ്രയാസങ്ങൾ സൃഷ്ടിക്കുക പതിവാണെന്നും ഗോവിന്ദൻ ചൂണ്ടിക്കാണിക്കുന്നു. കഴിഞ്ഞ ദിവസം കല്ലട ബസ്സിൽ യാത്ര ചെയ്ത 3 യുവാക്കൾക്ക് മർദ്ദനമേറ്റ സംഭവത്തെ തുടർന്ന് പോലീസും ബന്ധപ്പെട്ട അധികൃതരും നടത്തിയ പരിശോധനയിൽ ഓപ്പറേഷൻ നൈറ്റ് റൈഡേഴ്സ് എന്ന പരിശോധനയിൽ ഏകദേശം 300 സ്വകാര്യ ബസ്സുകൾ ഓടുന്നത് നിയമം ലംഘിച്ചാണെന്ന് കണ്ടെത്തിയിരുന്നു. പെർമിറ്റ് ലംഘനവും അനധികൃത ചരക്ക് കടത്തലും കണ്ടെത്തിയതിനെ തുടർന്ന് 2.4 ലക്ഷം രൂപയാണ് പിഴ ചുമത്തിയത്. 45 ട്രാവൽ ഏജൻസികൾക്കാണ് നോട്ടീസ് നൽകിയത്. ഇതിൽ നിന്നും വ്യക്തമാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി നമ്മുടെ സർക്കാർ ഏജൻസികളും ബന്ധപ്പെട്ട അന്വേഷണ സംഘവും അന്വേഷണ ഉദ്യോഗസ്ഥരൊന്നും ഈ മേഖലയിൽ യാതൊരുവിധ പരിശോധനയും നടത്തിയിരുന്നില്ല എന്ന് വ്യക്തമാണ്. ഈ സാഹചര്യത്തിലാണ് ഇങ്ങനൊരു ചോദ്യം ഉന്നയിക്കുന്നത്. സ്വകാര്യ ബസ് ഉടമകളെ വളർത്തുന്നത് സർക്കാരാണോ? ഒരു പ്രേക്ഷകൻ പ്രതികരിക്കാൻ ചേരുന്നു. ബാബുരാജ്, കാസർഗോഡ് നിന്ന്. ബാബുരാജ് പറയൂ, സർക്കാരാണോ സ്വകാര്യ ബസ് ഉടമകളെ വളർത്തുന്നത്? ഇതില് സർക്കാരിനെ ഇതിൽ കുറ്റം പറയാൻ പറ്റില്ല. എന്ന് സർക്കാരിന്റെ ഉദ്യോഗസ്ഥരാണ് ഇതിൽ കാര്യമായിട്ട് ഈ കാര്യങ്ങളെ ഇടപെടാത്ത. അവര് ആ കൈക്കൂലി മേടിക്കുന്നു. രണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ നയങ്ങളുണ്ട്. ഈ നയങ്ങൾ പൊതുമേഖലയെ സംരക്ഷിക്കുന്ന നയമല്ലല്ലോ. ഇപ്പൊ കേരളത്തിൽ KSRTC ഉള്ളതുകൊണ്ട് കുറച്ച് ഇപ്പൊ ഇങ്ങനെ ഒരു വിഷയം വന്നുകൊണ്ട് KSRTCയെ സംരക്ഷിക്കണം, KSRTCയിൽ യാത്ര ചെയ്യണമെന്ന് ആളുകൾ പറയുന്നു. ഈ പ്രൈവറ്റ് ബസ് പോയാലും KSRTC പോയാലും ഇപ്പൊ ബാംഗ്ലൂർക്ക് KSRTC പോകുന്നുണ്ട്. പക്ഷെ ഈ പ്രൈവറ്റ് ബസ്സിലുള്ള ആളുകൾ യാത്ര ചെയ്യത്തില്ല. പ്രൈവറ്റ് ബസ്സിൽ കയറുള്ളൂ, KSRTCയിൽ കയറുന്നില്ല. കാരണം അവർക്ക് യഥേഷ്ടം ബാംഗ്ലൂരിൽ നിന്ന് സാധനങ്ങളെല്ലാം കടത്തി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർ ഈ പ്രൈവറ്റ് ബസ്സുകാരെ ഉപയോഗിക്കുന്നു. അതാണ് ഇതിലെ വസ്തുത. ഗവൺമെന്റിനെ നമ്മൾ കുറ്റപ്പെടുത്തേണ്ട കാര്യം ഇതാണ്. തീർച്ചയായും സർക്കാരിനെ മാത്രമല്ല ചില യാത്രക്കാരെയും ഇക്കാര്യത്തിൽ കുറ്റപ്പെടുത്തേണ്ടതുണ്ടെന്നാണ് കാസർഗോഡ് നിന്ന് ബാബുരാജ് പറയുന്നത്. ബാംഗ്ലൂർ എന്ന് പറയും, ബാംഗ്ലൂരിലേക്ക് യാത്ര ചെയ്യുന്ന പലരും, പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ല അതിർത്തി പങ്കിടുന്ന ജില്ലയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കൂടുതൽ വ്യക്തമായി അറിയാൻ കഴിയും. ബംഗളൂരിൽ നിന്നും നിരവധി സാധനങ്ങൾ നികുതി വെട്ടിച്ച് ഇത്തരം ബസ്സുകളിലൂടെ കടത്തിക്കൊണ്ടുവരാൻ യാത്രക്കാരും ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് KSRTC ബസ്സിൽ യാത്രക്കാരുടെ എണ്ണം കുറയുന്നതെന്നും ബാബുരാജ് ചൂണ്ടിക്കാണിക്കുന്നു. യാത്രക്കാരും ഒരു പരിധിവരെ ഇതിൽ കുറ്റക്കാരാണെന്നാണ് ബാബുരാജിൻ്റെ അഭിപ്രായം. അനന്തകുമാർ ചേരുന്നു നെയ്യാറ്റിൻകരയിൽ നിന്ന്. അനന്തകുമാർ പറയൂ, സ്വകാര്യ ബസ് ഉടമകളെ വളർത്തുന്നത് സർക്കാരാണോ? ഹലോ, സർക്കാരല്ല സർക്കാർ ഇങ്ങനെ മാറി വരുന്നതല്ലേ? അത് സർക്കാരല്ല, ആ ഡിപ്പാർട്ട്മെന്റിന്റെ ഉദ്യോഗസ്ഥരാണ് ഇവരെ വളർത്തുന്നത്. അതിന് യാതൊരു സംശയവും വേണ്ട. കാരണം അവർക്ക് അവരിൽ നിന്നും കൈക്കൂലിയൊക്കെ വാങ്ങി അവർക്കുള്ള വേണ്ട സപ്പോർട്ട് എവിടെ നിയമലംഘനം നടക്കുന്നോ അതാത് വിങ്ങിന്റെ ഉദ്യോഗസ്ഥരുടെ ആ ഒരു ഒത്താഴ്ചയോടുകൂടി മാത്രമാണ് നടക്കുന്നത്. പിന്നെ അത് പോയിട്ട് ഹെൽമെറ്റ് പിടിക്കാൻ ഈ റോഡാന്തരം കാണിക്കുന്ന ഈ ഒരു ഇതിൽ എന്ത് കാണിക്കുന്നില്ല. തീർച്ചയായും അനന്തകുമാർ ചോദിക്കുന്നത് പ്രസക്തമായ ഒരു ചോദ്യമാണ്. ഹെൽമറ്റ് പിടിക്കാൻ ജംഗ്ഷനുകൾ തോറും നിന്ന് വാഹനങ്ങൾക്ക് കൈകാണിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ മറ്റ് അന്വേഷണ സംഘങ്ങളും ഇത്തരം വലിയ തട്ടിപ്പുകൾ പിടിക്കാൻ അല്ലെങ്കിൽ വലിയ നിയമലംഘനങ്ങൾ പിടിക്കാൻ എന്തുകൊണ്ടാണ് ഊർജ്ജസ്വലമായി പ്രവർത്തിക്കാത്തതെന്നാണ് അനന്തകുമാർ നെയ്യാറ്റിൻകരയിൽ നിന്നും ചോദിക്കുന്നത്. പ്രസക്തമായ ഒരു ചോദ്യമാണ്. മറ്റൊരു പ്രേക്ഷകൻ ചേരുന്നു, സുബി പറയൂ, സർക്കാരുകളാണോ സ്വകാര്യ ബസ് ഉടമകളെ വളർത്തുന്നത്? നമ്മളെ ഭരണഘടനയെക്കാളും ഗവൺമെന്റിനേക്കാളും കൂടുതൽ അഴിമതി നടത്തുന്നത് ഉദ്യോഗസ്ഥരാണ്. കാരണം പിന്നെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഈ കല്ലട പോലുള്ള ട്രാവൽസുകളെ ആശ്രയിക്കുന്നത് സ്പീഡ്. അവർ പെട്ടെന്ന് എത്തിച്ചേരും. അവർക്ക് ഇത്ര സമയം കൊണ്ട് എത്തിച്ചേരാനുള്ള, അതുകൊണ്ടാണ് കൂടുതലും ഗവൺമെന്റ് ബസ്സുകൾ മിക്കുള്ളവരും ഒഴിവാക്കുന്നത്. പിന്നെ ഈ കല്ലട പോലുള്ള ബസ്സുകൾ ഏറ്റവും കൂടുതൽ ബുക്കിംഗ് ഉള്ളത്, ഏറ്റവും കൂടുതൽ യാത്രക്കാർ യൂസ് ചെയ്യുന്നതും കല്ലട ബസ്സാണ്. എന്ന് വെച്ചാൽ അവർക്ക് 15 മണിക്കൂർ കൊണ്ട് എത്തേണ്ട വണ്ടി 10 മണിക്കൂർ കൊണ്ടും 11 മണിക്കൂർ കൊണ്ടും ചെന്നൈയിൽ നിന്ന് എത്താറുണ്ട്. ഞാൻ അതിനകത്ത് ട്രാവൽ ചെയ്തിട്ടുണ്ട് ഒരുപാട് വട്ടം. ഒരു തവണ ഒരു ആക്സിഡന്റ് പറ്റേണ്ടതായിരുന്നു. ആ ഒരു ഇതുകൊണ്ട് സുബി പരവൂർ ആണ് അഭിപ്രായം രേഖപ്പെടുത്തിയത്. പലരും സ്വകാര്യ വാഹനങ്ങളെ അല്ലെങ്കിൽ സ്വകാര്യ ട്രാവൽസുകളെ ആശ്രയിക്കുന്നത് അമിത വേഗത കൊണ്ടാണ്. എത്രയും വേഗം ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരും എന്നുള്ളത് കൊണ്ടാണ് കല്ലട പോലുള്ള ട്രാവൽസുകളെ പലരും ആശ്രയിക്കുന്നത്. ജൂൺ 30 ഇപ്പോൾ പുതിയ തീരുമാനം വന്നിട്ടുണ്ട്. ജൂൺ 30-നകം ഇത്തരം ബസ്സുകളിൽ GPS സംവിധാനവും സ്പീഡ് ഗവർണറും സ്ഥാപിച്ചില്ലെങ്കിൽ പെർമിറ്റ് റദ്ദാക്കുമെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു പ്രേക്ഷക ചേരുന്നു, മിനി ആന്റണി. മിനി പറയൂ, സ്വകാര്യ ബസ് ഉടമകളെ വളർത്തുന്നത് സർക്കാരാണോ? തീർച്ചയായിട്ടും സർക്കാരിനും അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥർക്കും പങ്കുണ്ട്. കാരണം ഇത് എന്തുകൊണ്ടാണ് KSRTC നഷ്ടത്തിലാവുകയും പ്രൈവറ്റ് ബസ്സുകൾ വളരെ ലാഭത്തിൽ ഓടുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അത് സർക്കാരിന്റെയും ഉദ്യോഗസ്ഥരുടെയും ഭാഗത്തു നിന്നുള്ള വീഴ്ചയല്ലേ? എന്തുകൊണ്ടാണ് നമുക്ക് നമ്മുടെ KSRTCയെ ലാഭത്തിലാക്കാൻ കഴിയാത്തത്? എല്ലാ പ്രൈവറ്റ് റൂട്ടുകളും
ഇതിന് മുന്നേയുള്ള സമയങ്ങളിലെല്ലാം അത് നാഷണലൈസ്ഡ് റൂട്ടുകളാക്കി മാറ്റിയിരുന്നു. എന്നിട്ട് പോലും അതിന് യാതൊരു രീതിയിലുള്ള മിനി ആന്റണിയാണ് പ്രതികരിച്ചത്. പ്രേക്ഷക പറയുന്നത് ഇതാണ്: സർക്കാരിൻ്റെ അല്ലെങ്കിൽ സർക്കാർ ചില മേഖലകളിൽ കണ്ണടയ്ക്കുന്നത് കൊണ്ടാണ് സ്വകാര്യ ബസ് ഉടമകൾ ഇങ്ങനെ തഴച്ചു വളരുന്നത്, അല്ലെങ്കിൽ സ്വകാര്യ ബസ് തഴച്ചു വളരുന്നത്. ഇവർ നിയമലംഘനം നടത്തുന്നത് അധികൃതർ കണ്ടില്ല എന്ന് നടിക്കുന്നു എന്ന് വ്യക്തമാണെന്ന് മിനി ആന്റണി സൂചിപ്പിക്കുന്നു. പാലക്കാട് നിന്നും സെയ്ദ് എന്ന പ്രേക്ഷകൻ ചേരുന്നു. സെയ്ദ്, സ്വകാര്യ ബസ് ഉടമകളെ വളർത്തുന്നത് സർക്കാരാണോ? അല്ല സാർ, സർക്കാരിന് മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സർക്കാരിന് മാത്രം ഈ കാര്യത്തിൽ കുറ്റം പറഞ്ഞാൽ, സർക്കാർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാറി മാറി വരുന്ന സർക്കാരുകളാണോ? ഉദ്യോഗസ്ഥരുടെ മേൽ സർക്കാരിന് ഒരു നിയന്ത്രണം നഷ്ടപ്പെടുന്നു എന്നാണ് ചോദ്യം. അല്ല സാർ, അതിലല്ല. ജനങ്ങൾക്ക് എവിടെ പോകുന്നത്? ഇന്ന് ആരോഗ്യ മേഖല എടുത്തു നോക്കി അതിന്റെ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പൊതുജനങ്ങളുടെ ശ്രദ്ധ മുഴുവൻ വന്നിട്ട് വലിയ ഗംഭീരമായിട്ടുള്ള ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്. ആധുനിക രീതിയിലുള്ള കാര്യങ്ങൾക്കാണ് പോകുന്നത്. തീർച്ചയായും സെയ്ദ് ഉന്നയിക്കുന്നത് നേരത്തെ ഒരു പ്രേക്ഷകൻ പറഞ്ഞതുപോലുള്ളൊരു കാര്യമാണ്. യാത്രക്കാരും ഒരു പരിധി വരെ ഇതിന് കുറ്റക്കാരാണ്. കാരണം പൊതുഗതാഗത സംവിധാനങ്ങളെ ആശ്രയിക്കാതെ അമിത വേഗത്തിൽ അല്ലെങ്കിൽ എത്രയും വേഗത്തിൽ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാനും അല്ലെങ്കിൽ അനധികൃതമായി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ചരക്ക് കള്ളക്കടത്ത് നടത്താനും സ്വകാര്യ ബസ് ഉടമകളും ബസ്സിലെ ജീവനക്കാരും സഹായിക്കുന്നത് കൊണ്ട് സ്വകാര്യ ബസ്സുകളെ ആശ്രയിക്കുന്ന യാത്രക്കാരും ഒരു പരിധിവരെ സ്വകാര്യ ബസ് ഉടമകൾ തഴച്ചു വളരുന്നതിന് കാരണമായിട്ടുണ്ടെന്ന് തന്നെയാണ് സെയ്ദ് പറയുന്നത്. പൊതുവേദി ഇവിടെ പൂർണ്ണമാവുകയാണ്. നാളെ മറ്റൊരു വിഷയമായി കാണാം. നമസ്കാരം.